തരൂരിന്റെ ലേഖനം ഇപ്പോഴും CPM വലിയ ആഘോഷിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ആഘോഷിക്കുന്നു, പാർട്ടി സെക്രട്ടറി ആഘോഷിക്കുന്നു. ഇന്ന് രാവിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോൺഗ്രസ് വികസന വിരോധികളും ഇത്രയും ലോകത്തിങ്ങനൊരു പ്രതിപക്ഷത്തെ കാണാൻ പറ്റില്ല. അതിലിപ്പോ മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും അവകാശവാദങ്ങളുടെ മുനയൊടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരുമാണ്. കേരളത്തിൽ സ്റ്റാർട്ടപ്പിലും ഈസ് ഓഫ് ഡൂയിങ്ങിലും പുറകിലാണെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആദ്യം ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് പകരം സ്വന്തം ചീഫ് സെക്രട്ടറിയോട് ആദ്യം മുഖ്യമന്ത്രി ചോദിക്കുക ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കൊട്ട കണക്കുകളുണ്ടാക്കി PR വർക്കിന്റെ ഭാഗമായി ഊതി വീർപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പൊള്ളയാണ് എന്ന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നൽകുന്ന സൂചന കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. കാരണം അദ്ദേഹം എഴുതിയ ലേഖനം, അദ്ദേഹം ഇവിടെ 4 തവണ വിജയിച്ചപ്പോഴും അദ്ദേഹത്തിനു വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൗൺസിലറോ ആവാനുള്ള അവസരം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശ്രീ ശശി തരൂരിനെ പോലുള്ളൊരു സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാം. അങ്ങനെ ഇരിക്കും. ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതൊക്കെ പ്രവർത്തക സമിതിയിൽ ആരെ വെക്കണം വെക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനും ശ്രീ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ലേഖനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമായി. ഇപ്പൊ 2 ദിവസമായിട്ട് LDFനൊരു സന്തോഷം. ഇത്രയും നാൾ അവര് വളരെയധികം പ്രതിരോധത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഈ ലേഖനം അവർക്കൊരു എന്താ പറയുക, കൂരിരുട്ടിൽ ഒരു ചെറിയ ടോർച്ച് ലൈറ്റിന്റെ ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ സർക്കാരിന്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഇതുകൊണ്ടൊന്നും അവരുടെ മനസ്സ് മാറ്റില്ല. ഭാവി 2 തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിനെയും ഈ ലേഖനം ബാധിക്കില്ല. അല്ല, അദ്ദേഹത്തിന്റെ ലേഖനം പ്രതിരോധത്തിലാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. അതിനെന്തിനാ മൂടി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വികസനം എന്നിങ്ങനെ പറയുന്നതല്ലാതെ അതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാനുണ്ടായിരുന്നില്ല. ഇപ്പൊ തരൂരിന്റെ ലേഖനം എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഈ ലേഖനത്തിന്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വികാരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ലേഖനം പ്രസിദ്ധീകരിക്കില്ലായിരുന്നു. കാരണം
സാധാരണ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ, അവരാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരല്ല. ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന പ്രവർത്തകർ, അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അത് തല്ലിക്കെടുത്താൻ പാടില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ നിയമം ബാധക. ഇന്ന് ഇതൊക്കെ കണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് അവരുടെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കണം. അതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റുമ്പോൾ പാർട്ടി നേതൃത്വം ഞങ്ങളെ തിരുത്തും. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. ഏതായാലും അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റ് രംഗത്തേക്കില്ല, അദ്ദേഹം അസംബ്ലി രംഗത്തേക്ക് വരാനുള്ള ഒരു നീക്കം നടത്തുന്നു. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കോൺഗ്രസിന്റെ ദേശീയ നേതാവിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതി ശരിയല്ല. ഞാൻ അങ്ങനെയൊന്നും അദ്ദേഹം ഒരു അധികാരത്തിന്റെ പിന്നാലെ പോകുന്ന ആളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ മാന്യമായുള്ള സ്ഥാനം കൊടുക്കണമെന്ന് വാദിച്ച ഒരാളാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി. ആ വീഴ്ച അദ്ദേഹം തിരുത്തണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ റിട്ടയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ 5 കൊല്ലത്തിൽ 6 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് എത്ര അധ്വാനിച്ച പ്രവർത്തകരുണ്ട്. സാധാരണ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ വിജയമല്ല അദ്ദേഹത്തിനുണ്ടായത്. ചുരുങ്ങിയ വോട്ടിനാണെങ്കിൽ എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ സാധാരണ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ബലമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അധ്വാനിക്കുന്ന ജനവിഭാഗം ഒക്കെ അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ടാണ് ജയിച്ചത്. അല്ലാണ്ട് എലൈറ്റ് ക്ലാസിന്റെ വോട്ട് കൊണ്ടല്ല. എലൈറ്റ് ക്ലാസിന്റെ വോട്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് പോയത്. സ്ഥിരം ശശി തരൂരിനെ സഹായിക്കുന്ന എലൈറ്റ് ക്ലാസ് ഇത്തവണ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണക്കാരുണ്ടായിരുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും പട്ടികജാതിയിൽപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരും രാപ്പകൽ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനം ചെയ്തു. അങ്ങനെയുള്ള പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാൻ കിട്ടുന്ന അവസരം അദ്ദേഹമായിട്ട് തല്ലിക്കെടുത്തരുതെന്ന് മാത്രമേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അത് അദ്ദേഹം മനസ്സിലാക്കി അത് തിരുത്തുന്നതാണ് എന്റെ പ്രതീക്ഷ. ഇല്ല, പാർട്ടിക്കാരനാവുമ്പോൾ പാർട്ടിയുടെ ലക്ഷ്മണ രേഖ വിട്ടുപോകാൻ പാടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്മണ രേഖ കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസിൽ ഏറ്റവും മികച്ച ഒരു അച്ചടക്കം പാലിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടോ ജില്ലാ പ്രസിഡന്റായിട്ടോ വന്ന ആളല്ല. നേരെ ധനകാര്യമന്ത്രിയായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വരയ്ക്കുന്ന ലക്ഷ്മണ രേഖയ്ക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയ മാതൃക ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അഭിപ്രായം അദ്ദേഹം പാർട്ടി വേദിയിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് പാർട്ടി വേദിയിൽ പറയാനാണ്. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തക സമിതി എന്ന നിലയ്ക്ക് ശശി തരൂരിന് ആ നിലയ്ക്കുള്ള ഒരു പരിഗണന കേരളത്തിലെ നേതൃത്വം നൽകുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന്റെ ക്യാമ്പിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടിയുടെ യോഗത്തിൽ വന്ന് പറയണ്ടേ? ഇപ്പൊ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഓൺലൈനായിട്ട് പങ്കെടുത്തിരുന്നു. പക്ഷെ അന്ന് ആശയമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ വല്ല പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിൽ പറയാലോ, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോട് അദ്ദേഹത്തിന് നേരിട്ട് പറയാലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഏതായാലും ഈ ലേഖനം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ എന്താ പറയേണ്ടത്, ഇത് അദ്ദേഹം തിരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ ഭാഗമായിക്കൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലൊക്കെ സജീവമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പുകൾക്ക് അധികം കൂടെ പങ്കാളികളാവണമെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാം. അല്ല, പാർട്ടിയുടെ നയം അദ്ദേഹം അംഗീകരിക്കുന്നതാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ ഇന്ന് വീക്ഷണത്തിൽ അദ്ദേഹത്തെ ഇത്രയും
വലിയ ഒരു തരത്തിൽ വിമർശിച്ചൊരു ഒരു എഡിറ്റോറിയൽ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല, അത് പാർട്ടി ലൈന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പാർട്ടിയിൽ നിന്ന് കർശനമായിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ ലേഖനം ആ നിർദ്ദേശങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തതിനെതിരായിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രതിഷേധം മാത്രമാണ് ആ ലേഖനത്തിൽ ഉണ്ടായത്. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. ഒരിക്കലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് തള്ളുന്ന ഒരു ലേഖനമല്ല ഇന്ന് വീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, മോഡി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ച് തരൂര് പറഞ്ഞതിനോട് അവർ യോജിക്കുന്നുണ്ടോ? അത് സക്സസ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു. സക്സസ് ആയിരുന്നെങ്കിൽ ഇന്നലെ രണ്ടാം ഘട്ടം ഇന്ത്യക്കാരെ കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങിനോ കാൽച്ചങ്ങലയ്ക്കോ വല്ല മാറ്റം ഉണ്ടായോ? അതവർ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ AK ബാലൻ പറഞ്ഞ് ഞങ്ങൾ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം സന്ദീപ് വാര്യരെ കുറിച്ച് അദ്ദേഹം BJP വിട്ടു നടത്തിയപ്പോൾ പറഞ്ഞ പ്രസ്താവനയും പിറ്റേന്ന് അധികം നിലപാട് മാറ്റിയതും സ്വന്തം പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് ശാസനം ഏറ്റുവാങ്ങിച്ചതും ബാലനാണ്. അതുകൊണ്ട് ബാലൻ പറയുന്നതിനെ ഞങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കുന്നത്. കോൺഗ്രസുകാരായിട്ടാണ് തരൂരിനെ കാണുന്നെങ്കിൽ അദ്ദേഹം ഒരു ധീര വിപ്ലവകാരിയായിട്ടും മഹാനായിട്ടാണ് കാണുന്നത്. എന്താ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എന്തിനാണ് വെറുതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനാണ്? അത്രയ്ക്ക് വലിയ മഹാനും ബുദ്ധിജീവിയൊക്കെ ആണെങ്കിൽ എന്തിനായിരുന്നു പാവം പന്ന്യൻ രവീന്ദ്രനെ ഈ പ്രായമുള്ള സമയത്ത് ഇലക്ഷന് പിടിച്ചു നിർത്തി അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? അത്രയ്ക്ക് മഹാനായിരുന്നുവെങ്കിൽ. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കളികളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് തള്ളിക്കളയും എന്നാരും പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാണ്. തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും. അത് അദ്ദേഹം അനുസരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ, CPM അല്ലെങ്കിലും എന്താ പറയേണ്ടത്, അവരുടെ സർക്കാരിനെ പറ്റിയൊരു നല്ല വാക്ക് കേട്ടോടെ സന്തോഷമായി. അതിലത്ര വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് അറിയാലോ ഇവരെ കുറിച്ച്. പിന്നെ ആര് ലേഖനം എഴുതിയാലും ഒരു കാര്യമില്ല. 2006 ഇടത് സർക്കാരിനെ കുറിച്ച് AK ആന്റണി മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ ഇടത് ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ചില വികസന പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കാൻ അനുകൂലമായ അന്ന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അവകാശങ്ങൾ അദ്ദേഹം അനുവദിച്ചു, ബ്രഹ്മോസിന്റെ ഉൾപ്പെടെ. അതൊരു കേന്ദ്ര ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണ്. ഇതങ്ങനെയല്ല. ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് 100% പരാജയപ്പെട്ട സർക്കാരിനെതിരായി സർക്കാരിന് അനുകൂലമായിട്ടൊരു വാചകം പറയുമ്പോൾ അതിനെ ആന്റണിയുടെ കാലഘട്ടമായിട്ട് താരതമ്യപ്പെടുത്തണ്ട. അന്ന് കോൺഗ്രസ് ഭരണകക്ഷിയാണ്. ഭരണകക്ഷിയാകുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ആണെങ്കിലും കേരളത്തിന് അവകാശപ്പെട്ട നൽകേണ്ട ചുമതലയുണ്ട്. ഇപ്പോഴും തന്നെ ഞാൻ പറയാം, വയനാട് പാക്കേജിൻ്റെ വിഷയത്തിൽ കേന്ദ്ര നയം വന്നപ്പോൾ മുഖ്യമന്ത്രിയേക്കാൾ ആദ്യ ദിവസം ഈ കേന്ദ്രത്തിൻ്റെ 525.5 കോടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് കേരളത്തിന് അപമാനിക്കലാണെന്ന് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് പ്രതിപക്ഷ നേതാവാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ, കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച കേന്ദ്രം വരുത്തിയാൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. അതിന്റെ ഉദാഹരണമാണ് കേന്ദ്രത്തിന്റെ വായ്പയെക്കുറിച്ച് ആദ്യം അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. പിന്നെയാണ് മന്ത്രി രാജനും മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. ഈ മോദിയുടെ പ്രസ്താവന, മോദി അനുകൂല പ്രസ്താവനയിൽ നിന്ന് യഥാർത്ഥത്തിൽ വഴിതിരിച്ചുവിടാനാണ് തരൂർ ഇവിടെ ഒരു കേരള അനുകൂല, സംസ്ഥാന അനുകൂല പ്രസ്താവന? അല്ല, അദ്ദേഹത്തിന്റെ ഇതിൽ രണ്ടിനെ അനുകൂലിക്കുന്നുണ്ട്. ഇത് രണ്ടിനോടും കോൺഗ്രസിന് യോജിപ്പില്ല. കൂടുതൽ അപകടകരമായിട്ട് നിൽക്കുന്നത് മോദിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ്. തീർച്ചയായിട്ടും അതും ഏറ്റവും അപകടമാണ്. കാരണം മോഡിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷവും അത് അടച്ചിട്ട മുറിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായി. അടച്ചിട്ട മുറിയിൽ വെച്ച് കയ്യാം വെച്ചതിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു കാണുന്നതാണല്ലോ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതല്ല, ഒരു കാര്യവുമില്ല. രണ്ടാം ഘട്ടത്തിലും ആൾക്കാരെ കൊണ്ടുവന്നത് ഇതേ രീതിയിൽ, മൂന്നാം ഘട്ടത്തിൽ അതേ രീതിയിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളതിന് ആർക്ക് ന്യായീകരിക്കാൻ കഴിയും? ഇങ്ങനെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയെ സംബന്ധിച്ച്? ഒരു കുടിയേറി പാർത്ത് റൂള് തെറ്റിച്ചു, ശരിയാണ്, അതിനാണല്ലോ അവർ തിരിച്ചയക്കുന്നത്. തിരിച്ചയക്കുന്നതിന് ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണോ തിരിച്ചയക്കേണ്ടത്? കയ്യാമും കാലിൽ ചങ്ങലയിട്ട് കുടിക്കാൻ ഒരു മിനറൽ വാട്ടർ മാത്രം കൊടുത്ത് 40 മണിക്കൂർ യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പീഡനാണ്. അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും?
അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ പാർട്ടിക്ക് ക്ലിയറായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. അത് പാർട്ടി നേതൃത്വം അറിയിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തരൂര് അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് തിരുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ജയറാം രമേശ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ശശി തരൂരിന്റെ അഭിപ്രായം വ്യക്തിപരമാണ്, കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം സംസ്ഥാന നേതൃത്വം മാത്രമാണ് ഇപ്പോൾ തരൂരിനെ തള്ളുന്നത്, ജനാധിപത്യ അതല്ല, കാരണം ജയറാം രമേശ് പറയുന്നത്. അപ്പൊ അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കകത്തുണ്ട്, പാർട്ടിക്ക് പുറത്തില്ല, പാർട്ടി വേദിക്ക് പുറത്തില്ല. ആരാണ് ഞാൻ ഉൾപ്പെടെ അതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണല്ലോ ഞാൻ. എല്ലാവർക്കും അത് ബാധക. പാർട്ടി ലൈനാണോ തരൂർ ലൈൻ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. പാർട്ടി ലൈനിന് എല്ലാവരും വശപ്പെടണം, അതിൽ നിന്ന് ആർക്കും എക്സംഷൻ ഇല്ല.